TDP MLA-മാരിൽ പലരും ചന്ദ്രബാബു നായിഡുവിന്റെ ഇപ്പോഴത്തെ രീതിയോട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. BJP-യുമായും ജനസേനയുമായും കൂടുതൽ സംസർഗം നടത്തി TDP-ക്കുള്ള അധികാരം, അതായത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിലും നിരവധിയായ പ്രദേശങ്ങളിലുള്ള പ്രതിനിധികളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിൽ നിരാശ കൊണ്ട് TDP-യിലെ 20ഓളം MLA-മാർ രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് 20ഓളം വരുന്ന TDP MLA-മാർ രാജിവെച്ചാലും ചന്ദ്രബാബു നായിഡുവിന് ഇപ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ നായിഡു അതിനെക്കുറിച്ച് ലെവലേശം മിണ്ടുന്നുമില്ല. നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ നായിഡു നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ TDP-ക്ക് പ്രാതിനിധ്യമുള്ള മേഖലകളിൽ അത് നടപ്പിലാക്കാതെ പകരം പവൻ കല്യാണിന്റെ മേഖലയിലും അതുപോലെ തന്നെ BJP-ക്കാർക്കും അനുകൂലമാകുന്ന രീതിയിലേക്ക് നടപടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പരാതി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇതിനിടയിൽ ജഗൻമോഹനും കോൺഗ്രസുമായി ശക്തമായി അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജഗൻമോഹൻ റെഡ്ഡി രാജ്യസഭയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും അതുപോലെ തന്നെ രാജ്യസഭയിൽ കൃത്യമായും ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ ആയിരിക്കും YSR കോൺഗ്രസ് നിൽക്കുക എന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി TDP-യെ സംബന്ധിച്ചിടത്തോളം ചില അസ്വസ്ഥതകൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. BJP-യുമായി ചേർന്നുകൊണ്ടാണ് ഇത്തവണ TDP തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെങ്കിൽ പോലും BJP-ക്ക് വലിയ രീതിയിലുള്ള റോള് കൊടുക്കുന്ന രീതിയിൽ ലോക്സഭയിൽ 3 സീറ്റുകൾ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ആന്ധ്രാപ്രദേശിൽ BJP-യെ മെല്ലെ മെല്ലെ വളർത്തിയെടുക്കാൻ TDP-ക്ക് എന്താണ് ഇത്ര വ്യഗ്രത എന്നാണ് അതിനകത്തുള്ള ന്യൂനപക്ഷ പ്രതിനിധികൾ പലരും ചോദിക്കുന്നത്. TDP-ക്ക് അകത്തുള്ള ന്യൂനപക്ഷ പ്രതിനിധികളായിട്ടുള്ളവർ നിരവധി പേർ BJP എതിർക്കുന്നവരാണ്, BJP-യുമായിട്ടുള്ള ബാന്ധവത്തെ എതിർക്കുന്നവരാണ്. കേന്ദ്ര ബജറ്റ് വിഹിതം എല്ലാ തരത്തിലും ആന്ധ്രയ്ക്കും ബീഹാറിനും ഫേവറബിൾ ആകുന്ന രീതിയിലേക്കാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പലപ്പോഴായി പല ചർച്ചകളിലും സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല എല്ലാ അന്തിച്ചർച്ചകളിലും നടക്കുമ്പോൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് വാസ്തവത്തിൽ TDP-ക്കാർ കാര്യമായി എടുത്തിട്ടില്ല. ഇത് താൽക്കാലികം മാത്രമാണ്. TDP-ക്ക് കൂടുതൽ പ്രാതിനിധ്യം കേന്ദ്ര സർക്കാരിൽ ഉണ്ടായിട്ടുമില്ല. വ്യോമയാന വകുപ്പ് റാംമോഹൻ നായിഡുവിന് കൊടുത്തതൊഴിച്ചാൽ കാര്യമായി TDP-ക്ക് പ്രമുഖ വകുപ്പുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല എന്ന പരാതി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ TDP-യിലെ ന്യൂനപക്ഷം കൃത്യമായും BJP-ക്കെതിരെ തിരിയും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. YSR കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ള കാര്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നവരും നിരവധിയാണ്. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും ശർമ്മയുടെയും ജഗൻമോഹന്റെയും പ്ലാൻ വർക്കൗട്ട് ആകും എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ രാഷ്ട്രീയപരമായ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ആന്ധ്രയിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഒരു കൊല്ലത്തിനകം സംഭവിക്കും എന്നത് യാഥാർത്ഥ്യം. ഈ സഖ്യം പൊളിക്കാൻ വേണ്ടിയുള്ള നീക്കം ജഗൻമോഹൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരറ്റത്ത്.